ഹലോ മൈ ഡിയർ ലവ്സ്, 333 എംപ്രസ് ഓഫ് ടാറോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ കറണ്ട് എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഒരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത്, ഈ ഒരു റീഡിംഗ് കാണുന്നത്, നിങ്ങൾക്കത് റെസനേറ്റ് ആകുന്നതാണ്. ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് എടുക്കുക, മറ്റു കാര്യങ്ങൾ വിട്ടുകളയുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ എല്ലാവരുടെയും എനർജിയുമായിട്ട് കണക്ട് ചെയ്തുള്ളൊരു കളക്റ്റീവ് റീഡിംഗ് ആണിത്. ഇതൊരു ജനറലൈസ്ഡ് റീഡിംഗ് ആണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും കാണാവുന്ന റീഡിംഗ് ആണ്. അപ്പോൾ നമ്മുടെ റീഡിംഗ് ടോപ്പിക്, നിങ്ങൾ കടന്നു പോകുന്നതായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന, ജീവിതത്തിൽ ഇപ്പോൾ കടന്നു പോകുന്ന ഏത് സിറ്റുവേഷനാണോ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക. ശേഷം അതിനുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടി നിങ്ങൾ ആ ഒരു കാര്യം ഓർക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് ആണ് ഇവിടെ നോക്കുന്നത്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അതിനുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. പോസിറ്റീവായിട്ട് മൈൻഡിലേക്ക് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നതായിട്ടുള്ള എന്ത് കാര്യമാണോ ആ ഒരു കാര്യം മനസ്സിലേക്ക് ഓർത്തിട്ട് അതിനുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണെന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടി തന്നെ ഇത് നോക്കുക. ഓക്കെ, ഈ ഒരു റീഡിംഗ് കാണുക. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്, ഫുൾ കാർഡ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ, പേജ് ഓഫ് കപ്സ് ആൻഡ് 8 of wands. ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 9 of cups ആണ്. നമുക്ക് നിങ്ങളുടെ എനർജിയുമായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ളൊരു റീഡിങ്ങിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്താണ് എന്നുള്ളത് നോക്കാം. ഗൈഡൻസും കൂടുതൽ ഡീറ്റെയിൽസും കറണ്ട് എനർജിയുമായിട്ട് കണക്ട് ചെയ്ത്, നിങ്ങളുടെ കറണ്ട് എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് എന്താണ് കൂടുതൽ ഗൈഡൻസ് ഉള്ളത്, എന്താണ് നിങ്ങളുടെ കറണ്ട് എനർജി എക്സാക്ട്ലി എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, 10 of Pentacle, സ്റ്റാർ കാർഡ്, സ്ട്രെങ്ത് വന്നിട്ടുണ്ട്, ദ വേൾഡ് ആൻഡ് 4 of Cups. 6 of Cups ആണ് ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ കാർഡ്സ്, ഇത്രയും കാർഡ്സ് ആണ് നിങ്ങളുടെ ഒരു കറണ്ട് എനർജിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള റീഡിങ്ങിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു റീഡിങ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഫിനാൻഷ്യൽ പ്രോസ്പെറിറ്റിയിൽ നോക്കിയിരിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണാം. ഈ ഒരു റീഡിങ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നല്ല ഒരു ഫോക്കസ്ഡ് ആയിട്ട് ആ ഒരു കാര്യം, ഫിനാൻഷ്യൽ സക്സസ് വേണം എന്നൊക്കെ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസിലോട്ടൊക്കെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് സെർച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റിയൊക്കെ വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ കാണുന്ന, അതായത് ഈ ഒരു വ്യക്തികളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫാമിലിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ വളരെ കംഫർട്ടബിളാക്കി അവർക്കൊക്കെ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കണം, അവരുമായിട്ടൊക്കെ ചേർന്ന് നല്ലൊരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കണം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ നല്ല കംഫർട്ടബിൾ ആക്കി വെക്കണം എന്ന്, അങ്ങനെയുള്ളൊരു ലൈഫൊക്കെ അവർക്ക് കൊടുക്കണം, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലൈഫൊക്കെ അവർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് ഈ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ എനർജി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു പക്ഷേ സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്നതായിട്ടുള്ള ജോബിലൊക്കെ ഒരു നല്ല പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആണ് ഈ ഒരു റീഡിങ് കാണുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ അങ്ങനെ ഒരു പൊസിഷനിലേക്കൊക്കെ എത്തിച്ചേരാൻ കഴിവുള്ള, ഒരു കെൽപ്പുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ ഫാമിലിക്കും നിങ്ങൾക്കും വേണ്ടിയും വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരും, അങ്ങനെ ഒരു നല്ല അബൻഡൻസ് ഒക്കെ കിട്ടുന്ന, നല്ലൊരു മണി വൈസ്, ഫിനാൻഷ്യൽ വൈസ് ഒക്കെ നല്ലൊരു ഏർണിങ്സൊക്കെ ലഭിക്കുന്ന, നല്ല സാലറിയൊക്കെ ലഭിക്കുന്ന നല്ലൊരു ജോലി ലഭിക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് നോക്കി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെ അങ്ങനെയുള്ളവരെ ആ ഒരു ജോബ് വെയിറ്റ് ചെയ്ത് ഒരു ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ചെയ്തിരിക്കുന്നവരെയും ഈ ഒരു കാര്യത്തിൽ കാണാം. എല്ലാ രീതിയിലും എന്തൊക്കെ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടത് ഒരു പ്രോസ്പെറിറ്റി, നല്ലൊരു പ്രോസ്പെറിറ്റി ഫോക്കസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ സേഫ്റ്റി, പ്രോസ്പെറിറ്റി ആൻഡ് സേഫ്റ്റി ആയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ചേർന്ന് തന്നെ അങ്ങനെ ഒരു ജീവിതം, അങ്ങനെ വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള നല്ലൊരു ജീവിതം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ചേർന്ന് തന്നെ നിങ്ങൾക്ക് ജീവിക്കണം, അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ ആ ഒരു ചിന്തയിലൊക്കെയാണ് നിങ്ങളിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിവിടെ ഒരു ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ എനർജിയിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒത്തിരി ബ്ലെസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ എന്ത് സിറ്റുവേഷനിലാണോ നിങ്ങളിരിക്കുന്നത്, ഒരു പക്ഷേ നിങ്ങൾ ചില സമയം ചിന്തിക്കുന്നുണ്ടാവും, ചിന്തിച്ച് വിഷമിക്കുന്നുണ്ടാവും, ചില സമയം നിങ്ങൾ കുറച്ച് ഡള്ളായിട്ടൊക്കെ ഇരിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് ഒന്നും നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇതുവരെ നിങ്ങൾ എന്തൊക്കെയാണോ, നിങ്ങൾക്ക് ഒരു പക്ഷേ നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു സപ്പോർട്ട് ആയിട്ടുള്ള ഒരു ഫാമിലി, വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി കാണും. അതെല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ കൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾ ഫിനാൻഷ്യൽ വൈസ് അല്ലെങ്കിൽ കൂടി തന്നെ നിങ്ങൾക്ക് അത് നേടിയെടുക്കാനുള്ള അറിവുകൾ, സ്കിൽസൊക്കെ നിങ്ങളിൽ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. നല്ലൊരു ജോലിയിലേക്കോ നല്ലൊരു പൊസിഷനിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതിനുള്ള സ്കിൽസൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിങ്ങളുടെ കഴിഞ്ഞു പോയ കാര്യത്തെ നിങ്ങൾ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു അച്ചീവ്മെൻറ്റ്സ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് കടന്നു വന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണെന്ന് അറിയാനും സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യുക. എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നിങ്ങൾ ഏത് സിറ്റുവേഷനിലൂടെയാണോ, കുറച്ച് വിഷമത്തിലൂടെയൊക്കെ പോകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷമത്തെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് എന്തായിരുന്നു, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്, ഇതിനു മുമ്പ് ജോലി ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് വൈസ് നല്ല ബ്ലെസ്ഡ് ആണ്, ദൈവമായിട്ട് ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ലഭിച്ചിട്ടുണ്ട്, എഡ്യൂക്കേഷൻ വൈസ് നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ലഭിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കടന്നുപോയ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് ഫിനാൻഷ്യലി ദൈവം ബ്ലെസ്സിങ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം നിറവേറ്റാനുള്ള സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ദൈവമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അങ്ങനെ ഒരു ഗ്ലൂമി മൈൻഡോട് കൂടിയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു ഡിവൈൻ ഗൈഡൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ബ്ലെസ്സിങ്സ്, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജീവിക്കുന്ന പ്രസൻറ്റിൽ നിന്ന് പാസ്റ്റിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലൈഫൊക്കെ നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിലൊക്കെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ കാണാം. അപ്പോൾ ആ ഒരു ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കാനുള്ള സമയമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്കൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റിലിരിക്കുക. നിങ്ങൾക്ക് ഇതുവരെ ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദിയോടുകൂടി സ്മരിക്കുക, അല്ലെങ്കിൽ അതിന് ദൈവത്തോട് നന്ദി പറയുക. അതൊക്കെ ഒരു ഗൈഡൻസ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കാണുന്നത്, ഇവിടെ നിങ്ങൾക്ക് ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫുൾ കാർഡ് കാണിക്കുന്നത് നിങ്ങൾക്ക് വളരെ ആവശ്യത്തോടു കൂടി ഇവിടെ ആരൊക്കെയോ, നിങ്ങൾ കുറച്ച് പേര്, നിങ്ങൾ റീഡിങ് കാണുന്ന വ്യക്തികൾ, നിങ്ങൾ വളരെ ആവശ്യത്തോടു കൂടി നിൽക്കുന്ന വ്യക്തികളെ ഇവിടെ കാണാം. വളരെ പാഷനേറ്റ് ആയിട്ട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പം എനിക്ക് സാധിക്കണം എന്ന് കരുതി നിൽക്കുന്ന വ്യക്തികളെ ഇവിടെ കാണാം. അപ്പോൾ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി വളരെ ആവേശത്തോടു കൂടിയിട്ട് തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്കത് വളരെ ഏറ്റവും വേഗത്തിൽ അത് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജേർണി, യാത്രയും കാണിക്കുന്ന ഒരു കാർഡാണ് ഫുൾ കാർഡ്. അപ്പോൾ ഒരു പക്ഷേ ഒരു ജേർണി, ഒരു പുതിയൊരു യാത്ര, അത് പക്ഷേ മാനസികമായിട്ടുള്ള ഒരു യാത്രയായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് കൊണ്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്, അതല്ലെങ്കിൽ ഫിസിക്കൽ ലെവലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കൺട്രിയിലേക്കൊക്കെ യാത്ര ചെയ്യുന്നതായിട്ട്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഒരു സമ്മർ വെക്കേഷൻ അല്ലെങ്കിൽ ഒരു വിൻ്റർ പ്ലേസിലേക്കൊക്കെ, കുറച്ച് തണുപ്പൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക്, മഞ്ഞും തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു, അതല്ലെങ്കിൽ കടൽ കടന്നുള്ള ഒരു യാത്ര, അങ്ങനെയൊക്കെ ഒരു ട്രാവൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ എന്തോ ഒരു കാര്യം
പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാഷനേറ്റായിട്ട് പുതിയൊരു കാര്യം പഠിക്കണം, അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിപ്പിക്കണം, പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡിവൈൻ തരുന്ന ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു പക്ഷേ പഠിക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യം നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ട്രാവലായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും പുതിയൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു ലോങ് ട്രിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലായിട്ടുള്ളൊരു യാത്രയൊക്കെ ആയിരിക്കാം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് നിങ്ങൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാതിരിക്കുക. കുറച്ച് റിസ്കി ആയിട്ടാണ് കാണുന്നത്. അപ്പം റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നത് ഒഴിവാക്കുക. അതായത് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന നിങ്ങൾക്ക് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. ആ ഒരു വ്യക്തികളുമായിട്ട് ചേർന്ന് നിങ്ങളതൊന്ന് കൂടി ആലോചിക്കുക, ഒന്ന് ഡിസ്കസ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ഐഡിയ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നു ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കണം. ഇപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, അവരെ പഠിപ്പിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ വേണ്ടിയാണ് പഠിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തികളെ പുതിയൊരു കാര്യം പഠിപ്പിക്കാൻ നോക്കുന്നതാണ്, അല്ലെങ്കിൽ പുതിയൊരു കോഴ്സിലേക്ക് അവരെ പറഞ്ഞു വിടുന്നു, അത് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രേരിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ അവരുടെ ഒരു ഇൻട്രസ്റ്റും കൂടി, അപ്പോൾ അതുപോലെ തന്നെ ഒരു ജേർണി, ഒരു യാത്ര പോകുന്നു, എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ കൂടെയുള്ള ഒരു കമ്പാനിയൻ, അല്ലെങ്കിൽ നിങ്ങൾ കൺസേൺ ആയിട്ടുള്ള ആ വ്യക്തികളുടെ താല്പര്യം കൂടി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാനെന്ന് കാണുന്നുണ്ട്. ഈ ഒരു കാര്യത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇതിലൊരു ഡിസിഷൻ, ഒരു തീരുമാനം കൊണ്ടുവരാനെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായം, അവരുടെ ഇൻട്രസ്റ്റ് കൂടിയൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോഴാണ് അതൊരു സക്സസ്സിലേക്ക് എത്തുന്നത്. ഒരു പൂർണ്ണമായിട്ടുള്ളൊരു സക്സസ്സിലേക്ക് അപ്പോൾ മാത്രമാണ് എത്തുന്നത്. എന്തായാലും നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് സക്സസ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു സക്സസ് ലഭിക്കണം എന്നൊക്കെയുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ചിന്തിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആവേശത്തോടെ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വ്യക്തികൾക്കും കൂടി, നിങ്ങളുടെ ഒറ്റയ്ക്കുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു തീരുമാനമല്ല, ആ വ്യക്തികളുടെ അഭിപ്രായം കൂടി, അവരുടെ ഇഷ്ടങ്ങളും കൂടി കൺസിഡർ ചെയ്യണം, അതിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ എനർജി വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ എനർജി കാണിക്കുന്നത്, നിങ്ങൾ പുതിയ ഇൻകം സോഴ്സൊക്കെ നോക്കിയിരിക്കുന്നവർ, അതിനുവേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവർ, അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നവരൊക്കെ ആ ഒരു ജോബ് ഓഫർ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പുതിയ കാര്യങ്ങൾ, പുതിയൊരു റിലേഷൻഷിപ്പ് ആകാം, അതല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ ആകാം, അതല്ലെങ്കിൽ എന്തോ ഒരു പുതിയ കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യത്തിലൊക്കെ പതിയെ അതിനൊരു മൂവ്മെൻറ്റ്, ഇത്രയും നാൾ ഡിലേ ആയിരുന്ന ഒരു കാര്യത്തിനകത്ത് ഒരു മൂവ്മെൻറ്റ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു കാര്യത്തിലേക്കൊരു കാര്യം ഒരു പ്രോഗ്രസീവ് സ്റ്റേജിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് പതുക്കെയാണെങ്കിലും സ്ലോ ആൻഡ് സ്റ്റഡി ആണെങ്കിലും അതിനകത്തൊരു നല്ലൊരു സക്സസ് അല്ലെങ്കിൽ പ്രോഗ്രസ്സിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം, ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. അതല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ടുള്ളൊരു ഓഫർ നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് ജോലി ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇത് സ്നേഹബന്ധമാണെങ്കിലും, അതല്ല നിങ്ങൾക്കൊരു മാരേജ് പ്രപ്പോസൽ ആണെങ്കിലും, ഒരു ജോബ് ആണെങ്കിലും, ഒരു ജോബ് ഓഫർ ആണെങ്കിലും, നിങ്ങൾക്കത് എത്രയും വേഗം തന്നെ നിങ്ങളിലേക്ക് അത് എത്തിച്ചേരും. അത് നിങ്ങളെ കൂടുതൽ എനർജറ്റിക് ആക്കുന്നതും, നിങ്ങളെ കൂടുതൽ എൻതൂസിയാസമുള്ള ഒരു പേഴ്സണാക്കി മാറ്റുന്നതും ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് കുറച്ചൊന്ന് ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലായിട്ട് കാണുന്നുണ്ട്. കുറച്ച് മൈൻഡൊക്കെ കുറച്ച് നല്ല നെഗറ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തികളെ ഇവിടെ കാണാം. അപ്പോൾ ആ ഒരു മൈൻഡ് നെഗറ്റീവായി നിൽക്കുന്നതിൽ നിന്ന് നിങ്ങൾ സ്ലോ ആയിട്ട് മൂവ് ഓൺ ആയി പോകുന്നുണ്ട്, മുന്നോട്ട് വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ്, പേജ് ഓഫ് കപ്സ് ആണ്. പോസിറ്റീവായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തികൾ, പേഴ്സൺസ് അല്ലെങ്കിൽ ഓഫേഴ്സൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അത് ഇവിടെ കാണുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ എന്തായാലും നിങ്ങളിലേക്ക് ഉടനെ തന്നെ മെസ്സേജ് ആയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഇമെയിൽ ആയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു കോളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ഡയറക്റ്റായിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു എനർജി നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പോവുകയാണ് എന്ന് കാണുന്നുണ്ട്. ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ റിസീവ് ചെയ്യാൻ പോവുകയാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു എനർജി തീർച്ചയായിട്ടും റിസീവ് ചെയ്യുക. ഇത് ഒരു വിത്തിൻ 8 days, ഒരു 8-10 ദിവസത്തിനുള്ളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി, നിങ്ങളിപ്പം ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾ ഇത് കണ്ട് ഒരു 8 to 10 days നിങ്ങൾക്ക് ഈ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങളിൽ റിസീവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്.
ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങൾ റിസീവ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കാര്യമാണോ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണോ, ഒരു പക്ഷേ ജോബായിരിക്കാം, അതല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതല്ലെങ്കിൽ മണി വൈസ് ഫിനാൻഷ്യലി കുറച്ച് അപ്ഗ്രേഡഡ് ആക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിനാൻഷ്യലി കുറച്ചും കൂടെ ഹൈ ലെവലിലേക്ക് എത്തണം, ഒരു അബൻഡൻസ് നിങ്ങളിലേക്ക് അബൻഡൻസ് മണിയുടെ ഒരു ഫ്ലോ വരണം, അല്ലെങ്കിൽ ഹെൽത്ത് ബ്ലെസ്സിങ്സ്, നിങ്ങൾ ഒത്തിരി കൂടി ഹെൽത്തി ആകണം. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും വർക്കൗട്ട്, അങ്ങനെ ജിമ്മിൽ പോവുക, വർക്കൗട്ട് ചെയ്യുക, നിങ്ങളുടെ ബോഡി ട്രാൻസ്ഫോം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ക്ലാസ്സസ്, കോച്ചിങ് അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുക. അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും നിങ്ങളുടെ ലൈഫിനെ പോസിറ്റീവ് ആക്കാനുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് ഉടനെ തന്നെ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എനർജി റിസീവ് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് നന്നായിട്ട് ഫീൽ ചെയ്ത് ഈ ഒരു റീഡിങ്ങിന് താഴെയായിട്ട് കമൻറ്റായിട്ട് എടുക്കുക. ഓക്കെ, യെസ് ഡിവൈൻ, ഐ ആം റെഡി ടു റിസീവ് ദിസ് പോസിറ്റീവ് ചേഞ്ച് ഇൻ മൈ ലൈഫ് എന്ന് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക. ഇപ്പോൾ തന്നെ ഈ ഒരു റീഡിങ് കാണുമ്പോൾ തന്നെ, ഈ ഒരു റീഡിങ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു കാര്യം ഡിക്ലെയർ ചെയ്യുക. ഈ ഒരു യൂണിവേഴ്സിലേക്ക്, ഈ ഒരു പ്രപഞ്ചത്തിലേക്ക് ആ ഒരു കാര്യം നിങ്ങൾ ഡിക്ലെയർ ചെയ്യുകയാണ്. യെസ് ഡിവൈൻ, ഐ ആം റെഡി ടു റിസീവ് ദിസ് പോസിറ്റീവ് ചേഞ്ച് ഇൻ മൈ ലൈഫ് എന്ന് പറയുക. പിന്നെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ, യെസ് ഐ റിസീവ് ദിസ് ജോബ്, അല്ലെങ്കിൽ ഐ റിസീവ് ദിസ് റിലേഷൻഷിപ്പ് വിത്ത് ദിസ് പേഴ്സൺ, അല്ലെങ്കിൽ ഐ റിസീവ് ദിസ് മണി, ദിസ് ഇത്രയും എമൗണ്ട് ഓഫ് മണി ഞാൻ എൻ്റെ ലൈഫിൽ റിസീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഐ റിസീവ് ദിസ് അബൻഡൻസ്, അല്ലെങ്കിൽ ഐ റിസീവ് ഗുഡ് ഹെൽത്ത്, അല്ലെങ്കിൽ ഐ റിസീവ് ദിസ് ഗുഡ് ന്യൂസ്. നിങ്ങൾ എന്ത് ഗുഡ് ന്യൂസ് ആണോ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു ഗുഡ് ന്യൂസ് ഞാനിപ്പോൾ എൻ്റെ ലൈഫിലേക്ക് ഞാൻ റിസീവ് ചെയ്യുന്നു, ഞാനതിന് റെഡി ആയിരിക്കും എന്ന് നിങ്ങളിവിടെ ഡിക്ലെയർ ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നിങ്ങളിലേക്ക് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഏറ്റവും വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു കോളായിട്ടോ മെസ്സേജായിട്ടോ ആസ് എ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങളിലേക്ക് ആ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ 10 ഓഫ് പെൻറ്റക്കിൾ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ കാണിക്കുന്നത് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഒരു പക്ഷേ നിങ്ങളൊരു 1 വീക്ക് to 10 days ഒക്കെ, അല്ലെങ്കിൽ ഒരു 1 to 2 weeks ഒക്കെ നിങ്ങളുടെ ഫാമിലിയുമായിട്ട്, ചിലരൊക്കെ 2 weeks വരെ പോകാം, അല്ലെങ്കിൽ 7 to 10 days ഒക്കെ നിങ്ങൾ ഫാമിലിയുമായിട്ട് നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ കുട്ടികളുമായിട്ടും ഹസ്ബൻഡ് വൈഫ് ചിൽഡ്രൻസ് ഒക്കെ ആയിട്ട് ചേർന്ന് നിങ്ങൾ ആസ് എ ഫാമിലി നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു. ഒരു പക്ഷേ നിങ്ങൾ വെക്കേഷൻ ട്രിപ്പൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ഫാമിലി ഗ്യാതറിങ്സ്, നിങ്ങളുടെ പേരൻസ്, ഗ്രാൻഡ് പേരൻസ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ കുട്ടികളുമായിട്ടൊക്കെയുള്ള ഒരു ഒത്തുചേരലൊക്കെ കാണുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ മൈൻഡൊക്കെ ഫ്രീ ആയിട്ട്, റിലാക്സ്ഡ് ആയിട്ട്, വളരെ സാറ്റിസ്ഫൈങ് ആയിട്ട്, ഒരു ഹാപ്പിനെസ് ഒക്കെ എല്ലാവരും ഷെയർ ചെയ്ത് നല്ലൊരു രീതിയിലൊരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള നിങ്ങളുടെ പെറ്റ്സ് ഫാമിലി എല്ലാം, നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സ്, ഈവൻ പെറ്റ്സ്, നിങ്ങൾ വളർത്തുന്ന ഓമന മൃഗങ്ങളൊക്കെ ഇല്ലേ, അവരും കൂടി നിങ്ങളുടെ ഈ ഒരു ഹാപ്പിനെസ്സിലൊക്കെ പങ്കെടുക്കുന്നു. അവരെയും കൂടി നിങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു അനിമൽ സ്പിരിറ്റിൻ്റെ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് നന്നായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കാരണം ഇവിടെ സ്ട്രെങ്ത് കാർഡിലും സ്ട്രെങ്ത്, ഫൂൾ, അതുപോലെ 10 ഓഫ് പെൻറ്റക്കിളിലൊക്കെ നിങ്ങൾ വളർത്തുന്ന അനിമൽസിൻ്റെ ഒക്കെ ഒരു ബ്ലെസ്സിങ്സും സ്നേഹവും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും, നിങ്ങൾക്ക് ആ ഒരു അനിമൽസിൻ്റെയൊക്കെ ഒരു ബ്ലെസ്സിങ്സും സ്നേഹവും ഒക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഉള്ള ഈ ഒരു സമയം നിങ്ങൾക്ക് നല്ലൊരു അട്രാക്ഷൻ തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുമായിട്ടൊക്കെ നല്ലൊരു കെമിസ്ട്രി ആയിട്ടുള്ള ഒരു സമയമായിരിക്കും ഇപ്പോൾ ഇനി വരുന്ന ആ ഒരു കറണ്ട് സിറ്റുവേഷൻ. ഇനി അങ്ങോട്ട് വരുന്ന സമയം, ഈ ഒരു റീഡിങ് കഴിഞ്ഞ് ഇത് കാണുന്ന സമയം മുതൽ കുറച്ച് അങ്ങോട്ടേക്ക് ഈ ഒരു ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു സമയത്തേക്കൊക്കെ വളരെ നല്ലൊരു ഹാപ്പി ഗ്യാതറിങ്സ് ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. സ്റ്റാർ കാർഡ് കാണിക്കുന്നത് ചില വ്യക്തികളെ ഇവിടെ കടന്നു പോകുന്നത് ഒരു എനർജി, ഇപ്പോൾ കടന്നു പോകുന്നതായിട്ടൊരു എനർജി എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ വളരെ ഡ്രീം ചെയ്യുന്ന ഒരു പേഴ്സണായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വളരെ ഡ്രീം ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ വളരെ ആഗ്രഹത്തോട് കൂടിയിട്ട് ചില കാര്യങ്ങൾ, ഒരു കാര്യമായിരിക്കാം, മെയിനായിട്ടും ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഏതോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വളരെയധികം വെയിറ്റ് ചെയ്യുന്നു, അത് വളരെയധികം
ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുമുണ്ട്. നിങ്ങൾ ഒരു മാനിഫെസ്റ്റേഷൻ, ഒരു പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ ദൈവത്തോട്, ഡിവൈനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട്, ദൈവത്തോട്, യൂണിവേഴ്സിനോടൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരാനായിട്ടൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റൊക്കെ നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾ പലരും സെൽഫ് ഡൗട്ടിലായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കിത് സാധിക്കുമോ എന്നൊക്കെയുള്ളൊരു സംശയത്തോട് കൂടിയിട്ടും വളരെയധികം ആഗ്രഹമുണ്ട്, വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ ഒരു കാര്യത്തെയൊക്കെ കാണുന്നതും ആഗ്രഹിക്കുന്നതുമൊക്കെ. പക്ഷേ അതേസമയം നിങ്ങൾക്കൊരു സെൽഫ് ഡൗട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നതും ഇവിടെ വന്നിട്ടുണ്ട്, സ്ട്രെങ്ത് കാർഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നത് തന്നെ നിങ്ങൾക്ക് വളരെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള പവറുണ്ട്. സ്ട്രെങ്ത് കാർഡിൽ കണ്ടാലും നിങ്ങൾക്കറിയാം, വളരെ ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു പവർ, ഇൻഫിനിറ്റ് സിമ്പിൾ തന്നെയുണ്ട്. ആ ഒരു ഇൻഫിനിറ്റ് പവർ നിങ്ങളിലുണ്ട്. നിങ്ങളുടെ പവർ, ഇവിടെ ഒരു സിംഹത്തിൻ്റെ മുഖം നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള പവറുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം, എന്ത് കാര്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യം സാധ്യമാക്കി എടുക്കാനുള്ള പവറും കേപ്പബിലിറ്റിയും ആ ഒരു ഇന്നർ സ്ട്രെങ്ത്തൊക്കെ നിങ്ങളിലുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു സെൽഫ് ഡൗട്ട് നിങ്ങൾ മാറ്റി സെൽഫ് അഷ്വറൻസിലേക്ക് നിങ്ങൾ എത്തിച്ചേരേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു സെൽഫ് ഡൗട്ട്, നിങ്ങൾ സ്റ്റാർ എനർജിയിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യത്തെ നോക്കിക്കാണുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്സൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചില സമയത്ത് സെൽഫ് ഡൗട്ടിലാണ്. അപ്പോൾ ആ ഒരു സെൽഫ് ഡൗട്ട് മാറ്റി നിങ്ങളുടെ ഉള്ളിലെ പവർ, ഇന്നർ സ്ട്രെങ്ത്, നിങ്ങളുടെ കേപ്പബിലിറ്റി, നിങ്ങളിലുള്ള ഇൻഫിനിറ്റ് ആയിട്ടുള്ള ആ ഒരു പവർ നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു പവർ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ സെൽഫ് ഡൗട്ട് എന്ന ഒരു സ്റ്റേജിൽ നിന്ന് മാറി സെൽഫ് അഷ്വറൻസിലേക്ക് നിങ്ങൾ എത്തിച്ചേരാനായിട്ടാണ് ഇവിടെ ഡിവൈൻ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ പല കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നിങ്ങൾക്ക് വേണ്ടത്, ആ ഒരു കാര്യത്തിലേക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ അതിനു വേണ്ടി ഉള്ള ആക്ഷൻസ് എടുക്കുക. നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നിങ്ങളാൽ കഴിയുന്ന ആക്ഷൻ എന്താണോ എടുക്കാൻ സാധിക്കുന്നത്, ആ ഒരു ആക്ഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾ ജേർണലിങ് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക. അതുപോലെ അത് തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള ടോക്ക്, സെൽഫ് ടോക്ക്, പോസിറ്റീവായിട്ട് സെൽഫ് ടോക്ക് ചെയ്യുക. അതായത് എന്നെക്കൊണ്ട് ഇത് സാധിക്കും. നിങ്ങൾക്ക് എന്ത് കാര്യമാണോ, ഒരു ജോലിയാണോ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പാണോ, അല്ലെങ്കിൽ ഒരു എക്സാമിൽ സക്സസ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു യാത്ര പോകേണ്ടതാണോ, നിങ്ങളുടെ ഫാമിലിയുമായിട്ട്, നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പിൽ പോകേണ്ടതാണോ, അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവായിട്ട് ആദ്യം നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ്, പോസിറ്റീവായിട്ടൊരു ടോക്ക് ഒക്കെ ചെയ്യുക, ജേർണലിങ് ചെയ്യുക. അപ്പോൾ ഒരു പക്ഷേ നിൽക്കുന്നത് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ആയിരിക്കില്ല. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കാര്യം നേടിയെടുക്കാൻ സപ്പോർട്ടീവായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ആയിരിക്കില്ല പലരും നിൽക്കുന്നത്. പക്ഷേ നിങ്ങളിപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തികളും ഈ വലിയ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുന്ന എല്ലാ വ്യക്തികളും അവരുടെ ലൈഫിൽ എല്ലാം അവർക്ക് ഫേവറബിൾ ആയിട്ട് വന്നിട്ടല്ല അവർ ആ ഒരു കാര്യം നേടിയെടുക്കുന്നത്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ ഇന്നർ സ്ട്രെങ്ത്ത്, അവരുടെ ഉള്ളിലുള്ള ഒരു സ്ട്രെങ്ത്ത് അവർ മനസ്സിലാക്കി അതിൽ പ്രവർത്തിച്ചാണ് അവർ ആ ഒരു കാര്യത്തിൽ വിജയം നേടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളെ തന്നെ റീബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ പരിപൂർണമായിട്ട് സറണ്ടർ ചെയ്യുക. നിങ്ങൾ ആക്ഷൻ എടുക്കുക, നിങ്ങളാൽ കഴിയുന്ന ആക്ഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ പരിപൂർണമായിട്ടും സറണ്ടർ ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിലാണെങ്കിലും, പ്രപഞ്ചത്തിലാണെങ്കിലും, ഈശോയിലാണെങ്കിലും, മാതാവിലാണെങ്കിലും, ശ്രീകൃഷ്ണ ഭഗവാനിലാണെങ്കിലും, മഹാദേവനിലാണെങ്കിലും, അതായത് ദേവിയിലാണെങ്കിലും, അല്ലെങ്കിൽ ആട്ടുകാലമ്മയോ, ഏത് ശക്തിയിലാണ് നിങ്ങൾ, അല്ലാഹുവിലാണെങ്കിലും, ഏത് ശക്തിയിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ഈ പ്രപഞ്ചത്തിലാണെങ്കിലും, നിങ്ങൾ പരിപൂർണമായിട്ടും സറണ്ടർ ചെയ്യുക. ഞാൻ എൻ്റെ ആക്ഷൻ, ഞാൻ എൻ്റെ ഭാഗം, ഞാൻ എന്നാൽ കഴിയും വിധം ഞാൻ ചെയ്യുന്നുണ്ട്. ബാക്കി ഞാൻ പരിപൂർണമായിട്ടും ഭഗവാനിൽ, അല്ലെങ്കിൽ ദൈവത്തിൽ, അല്ലെങ്കിൽ ഈശോയിൽ, അല്ലെങ്കിൽ അല്ലാഹുവിൽ അർപ്പിക്കുന്നു. ബാക്കി എനിക്ക് എന്ത് നല്ലതാണോ, എനിക്ക് എൻ്റെ പർപ്പസ്, എൻ്റെ ലൈഫിൽ എനിക്ക് എന്താണോ നല്ലത് അത് ദൈവത്തിനറിയാം, ഞാനതിൽ പരിപൂർണമായും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളത് പരിപൂർണമായിട്ടും ദൈവത്തിൽ സറണ്ടർ ചെയ്യുക. അപ്പോൾ
അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വ്യക്തികളോ സാഹചര്യങ്ങളോ ഒക്കെ ദൈവം നിങ്ങളിലേക്ക് തന്ന് എത്തിച്ച് നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു ഗൈഡൻസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേൾഡ് കാർഡാണ് കാണിക്കുന്നത്. വേൾഡ് കാർഡ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടേതായൊരു ലോകം സൃഷ്ടിക്കാനായിട്ടാണ് ഇവിടെ ഗൈഡൻസ്. ആ ഒരു ഡിവൈൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ലോകം സൃഷ്ടിക്കുക. അപ്പോൾ അവിടെ എങ്ങനെയാണ് നിങ്ങളുടേതായിട്ടുള്ള ലോകം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളല്ലാതെ മറ്റൊരാൾക്കും നിങ്ങളുടെ സന്തോഷത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ഉള്ള അധികാരം നിങ്ങൾ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ ലൈഫാണ്. നിങ്ങളുടെ ലൈഫ് ജീവിക്കാനുള്ള അവകാശം നിങ്ങൾക്കാണുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും ലൈഫ് അവരവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ട് ജീവിക്കാനുള്ള അധികാരം അവർക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ, നിങ്ങളുടെ മൈൻഡിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങളുടെ സംതൃപ്തിയൊക്കെ കൺട്രോൾ ചെയ്യാൻ മറ്റൊരാൾക്ക് അനുവാദം കൊടുക്കാതിരിക്കുക. നിങ്ങൾ അതിനു വേണ്ടി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റും ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് തന്നെ നിങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ടാണ് ഇവിടെ പറയുന്നത്. ഡിവൈൻ പറയുന്നത് അങ്ങനെ ഒരു നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഷീൽഡ് നിങ്ങൾ തന്നെ ബിൽഡ് ചെയ്യുക. ഇങ്ങനെയുള്ള സെൽഫായിട്ട് പോസിറ്റീവായിട്ട് സംസാരിക്കുക, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ കൊടുക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, പിന്നെ ആക്ഷൻ എടുക്കുക, അങ്ങനെയൊക്കെ പല ജേർണലിങ് ചെയ്യുക. അപ്പോൾ പല കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെയൊക്കെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് അതിനുവേണ്ടി നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങളുടെ ചുറ്റും അങ്ങനെ ഒരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്ത് മറ്റുള്ള അനാവശ്യമായിട്ടുള്ള ആൾക്കാരും വ്യക്തികളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ വരാതെ നിങ്ങൾ സെറ്റ് ചെയ്യുക. പക്ഷേ അവരോട് നിങ്ങൾക്ക് ഇമോഷണലി ഉള്ള അറ്റാച്ച്മെൻറ്റ് കുറച്ചിട്ട്, അല്ലാതെ എന്തെങ്കിലും ഒരു ഹെൽപ്പൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ സമയം കളഞ്ഞ് നിങ്ങളവിടെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഇരിക്കേണ്ട. പക്ഷേ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങൾ സഹായമൊക്കെ ചെയ്യുക. സോ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് വളരെയധികം കഴിവുകളുള്ള വ്യക്തിയാണ്. നിങ്ങൾ വളരെ ജീവിതത്തിൽ ഉയർന്നു പോകാനൊക്കെ കഴിവുള്ള വ്യക്തിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആൾക്കാരുമായിട്ടും വ്യക്തികളുമായിട്ടും ഒക്കെ വേണം നിങ്ങളൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ. അല്ലാതെ ഉള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങളൊരു ബൗണ്ടറി സെൽഫായിട്ടുള്ളൊരു ഒരു പ്രൊട്ടക്റ്റിംഗ് ഷീൽഡൊക്കെ നിങ്ങൾ നിർമ്മിച്ച് ആ ഒരു മാനസികമായിട്ട് അങ്ങനെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങൾ ആ ഒരു രീതിയിൽ മാറി നിൽക്കാൻ ധൈര്യപ്പെടുക എന്നുള്ളതും ഒരു സന്ദേശമായിട്ട് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ എനർജി കാണുന്നുണ്ട്. 4 ഓഫ് കപ്സ് കാണിക്കുന്നത് നിങ്ങളിപ്പോൾ ഉള്ള നിരാശാഭാവത്തിൽ കഴിയുന്ന വ്യക്തികളെ കാണാം. അപ്പോൾ ആ ഒരു നിരാശാഭാവം നിങ്ങൾ പൂർണ്ണമായിട്ടും ഇവിടെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ആ ഒരു പൂർണ്ണമായിട്ടും നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ആ ഒരു നിരാശാഭാവത്തിൽ നിന്ന് മാറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി ആ ഒരു നിരാശാഭാവം നമുക്ക് വേണ്ട. ഓക്കെ, നിങ്ങൾ ആ ഒരു കാര്യം ഇപ്പോൾ തന്നെ ഡിസൈഡ് ചെയ്യുക, തീരുമാനിക്കുക. നമുക്ക് എപ്പോഴും ഹാപ്പി വൈബ്രേഷനിൽ ഇരിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം തന്നെ ആദ്യം നിങ്ങൾ എടുക്കുക. യൂണിവേഴ്സുമായിട്ട് അലൈൻഡായിട്ട് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് തന്നെ ദൈവം എനിക്ക് തന്നിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഞാൻ ആ ഒരു അനുഗ്രഹത്തിൽ ഒരു സന്തോഷത്തിൽ ഞാൻ ഇരിക്കും എന്നുള്ള ഒരു തീരുമാനം നിങ്ങളിവിടെ എടുക്കുക എന്നുള്ളതാണ് ഒരു സന്ദേശമായി പറയുന്നത്. അപ്പോൾ ഡിവൈൻ പറയുന്നത് എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് പ്രസൻറ്റ് എനർജി പോസിറ്റീവാക്കി വയ്ക്കുക. ഡിവൈനായിട്ടുള്ളൊരു മെസ്സേജ്, നിങ്ങളുടെ എനർജി എപ്പോഴും പോസിറ്റീവാക്കി വയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ നിങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇതുവരെയുള്ള ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ലൈഫ് അങ്ങനെ പോസിറ്റീവാക്കി വയ്ക്കുക. അതുവഴി നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ളതാണ് ഡിവൈനായിട്ടുള്ള മെസ്സേജ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ടോപ്പ് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന 6 ഓഫ് കപ്സ് ആൻഡ് 9 ഓഫ് കപ്സ് ആണ്. ഇത് കാണിക്കുന്നത് തന്നെ എന്തായാലും നിങ്ങൾക്ക് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് നടക്കാൻ പോവുകയാണ്. നിങ്ങളെ ഇമോഷണലി വളരെ സാറ്റിസ്ഫൈങ് ആകുന്ന ഒരു കണ്ടീഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണ്. അപ്പോൾ ദൈവം നിങ്ങൾക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങളേറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതെന്ത് കാര്യമാണ്, നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളത് റിസീവ് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ ഒരു
കമൻറ്റ് നിങ്ങൾ താഴെ ടൈപ്പ് ചെയ്യുക. ആ കമൻറ്റ് ടൈപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മൈൻഡിലേക്കും നിങ്ങൾ ആ ഒരു ആ ഒരു തോട്ട് നിങ്ങൾ കൊടുക്കുകയാണ്. ആ ഒരു തോട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ നിങ്ങളിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഏറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കാൻ പോകുന്നു. ഏറെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു റീയൂണിയൻ ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇമോഷണലി എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഇമോഷണലി ഹാപ്പിനെസ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇനി ഡിവൈനായിട്ട് തരുന്ന മെസ്സേജ്. എന്തായാലും നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏതെങ്കിലും വിഷമത്തിലൂടെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്, വിഷമമൊന്നും ചിന്തിക്കരുത്. നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ തരുന്ന നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാനും നിങ്ങൾക്കത് സ്വയം വർദ്ധിപ്പിച്ച് നിങ്ങളുടെ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സമയമാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പരീക്ഷണത്തിലൂടെ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി കൃഷ്ണ മെസ്സേജ് എന്താണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പം ശ്രീകൃഷ്ണ ഭഗവാന്റെ മെസ്സേജ് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഡിവൈൻ ശ്രീകൃഷ്ണ മെസ്സേജ് എന്താണ്, എന്ത് മെസ്സേജാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളോട് പറയാനുള്ളത്? ഓക്കെ, ദി എൻഡ്. അതുപോലെ തന്നെ സ്റ്റേ കണക്റ്റഡ് വിത്തിൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ന്യൂ ബിഗിനിങ്. ഓക്കെ, ടൈം ടു മൂവ് ഓൺ. ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടൈം ടു മൂവ് ഓൺ ആണ്. ടൈം ടു മൂവ് ഓൺ ആണ് ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. ഫോളോ ദ പാത്ത് ഡെസ്റ്റിനീഡ് ഫോർ യു, മൂവ് ഓൺ, ഡു നോട്ട് സ്റ്റോപ്പ് ഓർ ലുക്ക് ബാക്ക്, ദ ഡിസൈർഡ് ചേഞ്ച് വിൽ കം. അപ്പോൾ ഭഗവാൻ പറയുന്നത് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആഗ്രഹത്തിൻ്റേതായിട്ടുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പാത്ത് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പം ഇപ്പോൾ നിങ്ങൾ എന്ത് വിഷമത്തിലൂടെയാണോ എന്ത് സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോകുന്നത് ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ബോധേഡ് ആകണ്ട, ചിന്തിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കി നിങ്ങൾ കൂടുതലും നിങ്ങൾ സ്ട്രഗിൾ ചെയ്തതൊന്നും ഓർത്ത് വിഷമിച്ച് അതിലേക്ക് നോക്കണ്ട. നിങ്ങളുടെ ആഗ്രഹിക്കുന്ന എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ അതിലേക്ക് എത്തിച്ചേരാനായിട്ടും ഇപ്പോഴുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോവുകയാണെങ്കിൽ ആ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ആയി പോവുക എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡിസൈർഡ് ഔട്ട്കമ്മിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ വന്നിരിക്കുന്ന കാർഡ് ദി എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എവറിത്തിങ് ഹാസ് ടു എൻഡ് സം ഡേ, ബി പ്രിപ്പയർഡ്, പ്രിപ്പറേഷൻ വിൽ ബ്രിങ് ഡിസൈർഡ് റിസൾട്ട്സ്. അപ്പോൾ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതായിട്ടുള്ള സിറ്റുവേഷന് ഒരു എൻഡ് വരികയാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാണ്. ഈ ഒരു ഫേസ് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലേക്കാണ്, നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാൻ പോകുന്ന സമയമാണെന്നാണ് ഈ ഒരു കൃഷ്ണ മെസ്സേജ് പറയുന്നത്. അതുപോലെ സ്റ്റേ കണക്റ്റഡ് വിത്തിൻ. നിങ്ങൾ കണക്ട് വിത്ത് ദ ഡിവൈൻ ഇൻ യു. സിറ്റ് ക്വയറ്റ്ലി, ക്ലോസ് യുവർ ഐസ് ആൻഡ് കാം യുവർ മൈൻഡ്. യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ടു ഓൾ യുവർ ട്രബിളിംഗ് ക്വസ്റ്റ്യൻസ്. നിങ്ങളെ ഇപ്പോൾ വിഷമിപ്പിക്കുന്നതായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനുമുള്ള ഉത്തരം നിങ്ങളിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്കതിന് ക്ലാരിറ്റി വരണമെങ്കിൽ, നിങ്ങളത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുമായിട്ട് തന്നെ കണക്റ്റഡ് ആകൂ എന്ന് ദൈവം പറയുന്നുണ്ട്. അപ്പോൾ ഡിവൈനായിട്ട് ആ ഒരു ഹെൽപ്പ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണാനും ചിന്തിക്കാനും നിങ്ങളുടെ ആഗ്രഹത്തിന് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി ആ രീതിയിലേക്ക് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതുമാണ് എന്നാണ് ദൈവം പറയുന്നത്. ഓക്കെ, കൃഷ്ണ മെസ്സേജ് അതാണ്. അപ്പോൾ നിങ്ങൾ കണക്റ്റഡായിരിക്കാൻ ഞാൻ പറഞ്ഞു. ജേർണലിങ്, അഫർമേഷൻസ്, പോസിറ്റീവ് ടോക്ക് ഒക്കെ ചെയ്യുക. അപ്പോൾ എപ്പോഴും യൂണിവേഴ്സുമായിട്ടും നിങ്ങളുമായിട്ടും അലൈൻഡ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. സോ ന്യൂ ബിഗിനിങ് ആണ് കാണിക്കുന്നത്. ലെറ്റ് ഗോ ഓഫ് ദി ഓൾഡ്, വെൽക്കം ദി ന്യൂ, വിച്ച് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം ടു കം ആൻഡ് ഇറ്റ്സ് പോസിബിളി ഓൺ ഇറ്റ്സ് വേ. നിങ്ങളുടെ പുതിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള തുടക്കം. ഇപ്പോൾ ഈ ഒരു എൻഡ് സ്റ്റേജ് കഴിഞ്ഞു. അപ്പം ഈ ഒരു എൻഡിങ് ആൻഡ് റിന്യൂവലാണ്, ഒരു ന്യൂ ബിഗിനിങ് ആണ്. എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് ആണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യത്തിൻ്റെ സ്റ്റാർട്ടിങ്, പുതിയ തുടക്കം തന്നെ
അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങളെപ്പോഴും അലൈൻഡ് ആയിട്ടിരിക്കുക. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഡേ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഈ ഒരു റീഡിങ്, ഈ ഒരു എനർജി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ലൈഫ്, നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ലൈഫ് ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഈ ഒരു എനർജി ക്ലെയിം ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്, അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ, ഈ ഒരു റീഡിങ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമാണെങ്കിൽ, നിങ്ങൾക്ക് എന്ത് കാര്യത്തിലും കരിയർ വൈസ്, റിലേഷൻഷിപ്പ്, പാസ്റ്റ് ലൈഫ്, ഫ്യൂച്ചർ, എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടാറോ ഗൈഡൻസ് ലഭിക്കുന്നതാണ്. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.